പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിങ്കിയുടെ കാര്യത്തിലുള്ള നിലപാട് അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നന്ദ. ഇതോടെ ഗൗതമിനോട് എന്തിനാണ് വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയും ആവശ്യമില്ലാതെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഗൗതം ഞാനെടുത്ത നിലപാടിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശമില്ല എന്ന് തുറന്നു പറയുന്നു. വീട്ടിലുള്ള എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. അല്ലാതെ ആരെയും ഫേവർ ചെയ്തിട്ടൊന്നുമല്ല. ഞാൻ നിർമ്മലിനെ വെറുക്കുന്നുണ്ട് എന്നുള്ള കാര്യവും സത്യം തന്നെയാണ്. അതിന് എൻ്റെതായ റീസൺ എനിക്കുണ്ട്. സോ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം മുന്നിലേക്ക് പോകാൻ. വെറുതെ എടുത്തു ചാടി എന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന ഗൗതം, നീ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകാത്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം കാര്യങ്ങളറിയുന്ന പിങ്കിയാകട്ടെ ഗൗതമിനോട് കൂടുതൽ അടുത്തുകൊണ്ട് സംസാരിക്കാൻ തയ്യാറാവുകയാണ്. ഗൗതം ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോകുന്നു. ഇതെല്ലാം ഇതിനിടയിൽ നന്ദ കാണാനിടയായതിനെ തുടർന്ന് നന്ദയുടെ മനസ്സിൽ കൂടുതൽ സംശയങ്ങൾ വന്നിരിക്കുകയാണ്. ഗൗതം തന്നെ ചതിക്കുകയാണോ? ഗൗതമിൻ്റെ മനസ്സിൽ ഇപ്പോഴും അവളുണ്ടോ എന്നീ ചോദ്യവും വന്നതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം എന്നുള്ള നിലപാട് എടുത്തിരിക്കുകയാണ് നന്ദ. ഇതേ തുടർന്ന് പിങ്കിയെ ചെന്ന് കാണാൻ തയ്യാറാവുകയും ചെയ്യുന്നു. പിങ്കിയോട് കാര്യങ്ങൾ സംസാരിച്ചതിനെ തുടർന്ന് പിങ്കിയാകട്ടെ എൻ്റെ മനസ്സിൽ ഗൗതമുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്ന് സമ്മതിക്കുകയും ഗൗതമിന് ഇഷ്ടമാണ് എങ്കിൽ വിവാഹം ഞാൻ കഴിക്കും എന്ന് പറയുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയും ചെയ്യുന്നു. ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും വിചാരിക്കാത്ത സംഭവങ്ങളാണല്ലോ ദൈവമേ നടക്കുന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ നിർമ്മലിനോട് തുറന്നു പറയാൻ നന്ദ തയ്യാറാവുകയാണ്. കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് നിർമ്മൽ, നന്ദയെ സഹായിക്കുന്നതിന് ഞാൻ തയ്യാറാണ്. ഗൗതം എന്നും നന്ദയുടേതു തന്നെയായിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ എന്തുകൊണ്ടാണ് പിങ്കിയുമായുള്ള വിവാഹത്തിന് ഗൗതം ഇങ്ങനെ തടസ്സം നിൽക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ പഴയ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് അതിന് കാരണമാകുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. എന്തായാലും ഞാൻ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി എടുത്ത് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേസമയം വീട്ടുകാരെല്ലാം വിവാഹത്തിൻ്റെ കാര്യത്തെപ്പറ്റി സംസാരിച്ചതിനെ തുടർന്ന് എനിക്ക് വിവാഹത്തിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് നിർമ്മൽ. മാത്രവുമല്ല പിങ്കിയുടെ തീരുമാനമാണ് നിർണായകമാകുന്നത്. അതുകൊണ്ട് തന്നെ പിങ്കി എന്ത് തീരുമാനമെടുക്കുന്നോ അത് നടത്തിയാൽ മതി എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് വീട്ടുകാർ പിങ്കിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതേ സമയമാണ് പിങ്കി പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.